ഒരുപാട് പേർക്കറിയാം, ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നതെങ്കിലും ബേസിക്കലി എൻ്റെ വീട് പുതുപ്പള്ളിയാണ്, കോട്ടയമാണ്. സോ ഞാൻ കോട്ടയം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം എൻ്റെ ഡാഡിയും മമ്മിയും ഒക്കെ കോട്ടയത്താണ്. സോ ഇവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്കിവിടെ പുതുപ്പള്ളിയിലൊരു വീടുണ്ട്. അപ്പോൾ ആ വീട് ഒന്ന് റെനോവേറ്റ് ചെയ്ത് അതിൻ്റെ ഗാർഡനിങ് ഒക്കെ ചെയ്ത് അവിടെ താമസിക്കാവുന്ന വിധം ആക്കാനായിട്ട്, അടച്ചിട്ടേക്കുന്ന വീടായതുകൊണ്ട് തന്നെ താമസിക്കാവുന്ന വിധം ആക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പം അതിനുള്ള ഹാർഡ് വർക്കാണ് കാണുന്നത്. ഈ കാണുന്ന പ്രോപ്പർട്ടി മുഴുവൻ കാട് കയറി കിടക്കുമായിരുന്നു. ഇത് വീടിൻ്റെ മുമ്പുവശം മുഴുവൻ കാട് കയറി കിടക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വീടെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, വീട് വേണം, ഒക്കെ നല്ലതാണ്, ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ എനിക്കതിൻ്റെ ചുറ്റുവട്ടം ഏറ്റവും ബ്യൂട്ടിഫുൾ ആണെന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഗ്രീനായിട്ട് നിൽക്കുന്നത്, ഫ്ലവേഴ്സ് ഒത്തിരി കാണുന്നത്, ബേർഡ്സിനെ കാണുന്നത്, ബട്ടർഫ്ലൈസിനെ കാണുന്നത്. എനിക്ക് നേച്ചർ ഭയങ്കര ഇഷ്ടമാണ് ബേസിക്കലി. സോ എൻ്റെ തന്നെ ഹാർഡ് വർക്ക്, എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ടായിട്ട് കുറച്ച് പേരെയും കിട്ടി എനിക്ക്. അപ്പോൾ ഞങ്ങളുടെ തന്നെ ഹാർഡ് വർക്കിൽ ഇതൊന്ന് കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നു. ഓഫ് കോഴ്സ് ചില കാര്യങ്ങൾക്കൊക്കെ ഞാൻ പുറത്തുനിന്ന് സപ്പോർട്ടും ഹെൽപ്പും ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ തന്നെ ക്രിയേറ്റിവിറ്റിയിലും ഐഡിയയിലുമാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ആക്ച്വലി നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഞാൻ ഓൾറെഡി ഒരു ഹാഫ് വേ വന്നിരിക്കുകയാണ്. പക്ഷേ ഈ വീഡിയോസ് കുറേശ്ശെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, സോ ദാറ്റ് ഐ ക്യാൻ ഷോ എവ്രിബഡി ഹൗ ദിസ് പ്രോപ്പർട്ടി ഈസ് ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു എ ബ്യൂട്ടിഫുൾ റിസോർട്ട് ലൈക്ക് തിങ്. സോ അതിൻ്റെ ഒരു വൈബാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രോപ്പർട്ടി മുഴുവൻ ഒരു റിസോർട്ട് പോലെ ആക്കി തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം. അത് ഓഫ്കോഴ്സ് നമുക്ക് തന്നെ നിൽക്കാനായിട്ടാണ്, പുറത്ത് റിസോർട്ട് പോലെ കൊടുക്കാനൊന്നുമല്ല, നമ്മൾക്ക് തന്നെ. കാരണം നമ്മളുടെ വീട്ടിൽ നിന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പം നമ്മൾക്കിത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വാവ് തോന്നണം, നമുക്ക് തന്നെ നേച്ചറുമായിട്ട് ചേർന്നിരിക്കണം എന്ന് നമുക്ക് തന്നെ ഒരു ഫീൽ തോന്നണം. മനുഷ്യന് നേച്ചർ ഇല്ലാതെ ഒക്കത്തില്ല. കാടും മനുഷ്യരും എല്ലാം ഒന്നിച്ച് ജീവിക്കുന്നതാണ്. അപ്പോൾ ഇതങ്ങനെ കൺവേർട്ടായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തെ മരങ്ങളൊക്കെ നമ്മൾ കളഞ്ഞിട്ടില്ല. ഇതിനകത്ത് മരങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ അതിനെ ഒന്ന് ഹീൽ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്, മരത്തെ ഹീൽ ചെയ്ത്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടി ഒന്നും കളയാതെ ഈ ഒരു പ്രോപ്പർട്ടി അങ്ങനെ ആക്കിയെടുക്കുക. നമ്മളെല്ലാവർക്കും നമ്മളുടെ ചുറ്റുവട്ടം നോക്കിയിട്ട് എത്രമാത്രം നമുക്ക് നേച്ചറുമായിട്ട് ചേർന്ന് ജീവിക്കാവോ അത്രമാത്രം നമ്മൾ നേച്ചറുമായിട്ട് ചേർന്ന് എപ്പോഴും ജീവിക്കണം. അതിന് കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെയാണ്. ഇതെൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഓരോ എപ്പിസോഡ് ഇറക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ കൺവേർട്ടാകുന്നത് കാണാൻ നോക്കും. നമ്മുടെ ക്രിയേറ്റിവിറ്റിയും ഹാർഡ് വർക്ക്, എഫേർട്സൊക്കെ നമുക്കൊരുപാട് സന്തോഷം തരും. നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങളുടെ പ്രോപ്പർട്ടിയൊക്കെ കൺവേർട്ട് ചെയ്യാമെങ്കിൽ, ഉള്ള സ്ഥലം കൺവേർട്ട് ചെയ്യാമെങ്കിൽ എത്രമാത്രം ഭംഗിയാക്കാവോ. കിളികൾക്കും ബട്ടർഫ്ലൈസിനും ഒക്കെ വന്നിരിക്കാവുന്ന പോലെ ആക്കാമെങ്കിലുണ്ടല്ലോ, ഒരു ഭയങ്കര അച്ചീവ്മെൻ്റ് അത്. നിങ്ങൾക്ക് തന്നെ ഒരുപാട് സന്തോഷം തോന്നും. ആൻഡ് വി സേവ് അവർ പ്ലാനറ്റ്.